ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു ന്യൂ ഇയർ സമ്മാനം, അതായത് വത്സരത്തിൻ്റെ സമ്മാനവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് നിങ്ങളെന്നോട് ചോദിക്കാറുണ്ട് മോഹൻജിയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ, മോഹൻജി ഒന്ന് കാണിക്കാമോ, മോഹൻജിയെ കാണാൻ പറ്റുമെന്നൊക്കെ. എന്തായാലും ഈ ഒരു ശുഭാരംഭം തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗുരു മോഹൻജി നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, മോഹൻജിയുടെ തിരക്ക് പിടിച്ച ഈ ഒരു ഷെഡ്യൂളിനിടയ്ക്കും കുറച്ച് സമയം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ മോഹൻജിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. മോഹൻജിയെ പറ്റി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവാണ്, സുഹൃത്താണ്, പലർക്കും അച്ഛനാണ്, സഹോദരനാണ്, അങ്ങനെ പല തരത്തിലാണ് മോഹൻജി. ചിലർക്ക് ദൈവം തന്നെയാണ്, അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ദൈവം തന്നെയാണ് മോഹൻജി. അപ്പോൾ മോഹൻജിയോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, മോഹൻജിയെ പറ്റി ജഗത് മിത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വാമിത്ര, ജഗത് മിത്ര. മോഹൻജിക്ക് ആ ഒരു ഭാവമാണോ കുറച്ചും കൂടെ പ്രിയപ്പെട്ടത്? ഒരു മിത്രമായിട്ടിരിക്കാനാണോ? ജഗത് ഗുരു ആണോ ജഗത് മിത്രയാണോ എന്ന് ചോദിച്ചാൽ മോഹൻജിക്ക് ഏതാണ് കുറച്ചും കൂടി ഇഷ്ടം എന്ന് മോഹൻജി പറയാം? അത് സംശയമില്ല, മിത്രമായിട്ട്, സുഹൃത്തായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ലോകത്ത് അധികം ആൾക്കാരും എന്നോട് കണക്ട് ചെയ്യുന്നത് സുഹൃത്തായിട്ടാണ്. ഒരു ഗുരു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഒരു എലിവേറ്റഡ് പൊസിഷനിൽ ഇരുത്തുമ്പോൾ ഇന്ററാക്ട് ചെയ്യാൻ ഇച്ചിരി റെസ്ട്രിക്ഷൻസ് പല ലെവലിലുണ്ട്. ഒന്ന് എക്സ്പെക്റ്റേഷൻ, അതായത് ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത് ഫ്രീഡം, അത് കുറവുണ്ട്. പല പല കാര്യത്തിൽ ഒരു ക്യൂബിക്കിളിനകത്തായി പോകുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജഗത് മിത്ര എന്നുള്ളത് വളരെയധികം, അല്ലെങ്കിൽ വിശ്വാമിത്ര എന്നല്ല, വിശ്വമിത്ര. അതെ, വിശ്വമിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ദ യൂണിവേഴ്സ്. ജഗത് മിത്ര ദേവിയമ്മ തന്ന ഒരു ടൈറ്റിലാണ്. അഗസ്ത്യമുനി ദേവിയമ്മ കൂടെ തന്നാണ്. അഗസ്ത്യമുനി പറഞ്ഞിട്ടാണ്. ആദ്യം അഗസ്ത്യമുനി പറഞ്ഞതാണ് ജഗത് മിത്ര. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു ഇനി മാറ്റണം, വിശ്വമിത്ര. അതായത് കുറച്ചുകൂടെ ലാർജർ പെർസ്പെക്റ്റീവില് ബേസിക്കലി ഫ്രണ്ട് എന്നുള്ളതാണ്. അതിൽ രണ്ടും ഇൻസിസ്റ്റ് ചെയ്ത ഒരൊറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ്. അപ്പം നമുക്ക് ആ ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, ഫ്ലുവൻസി ഉണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം എന്നെ ലോകത്ത് തന്നെ അങ്ങനെയാണ്. ഇപ്പം മോണ്ടനെഗ്രോയിൽ എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നു പത്രത്തിൽ, എ ഫ്രണ്ട് ഹൂം യു ക്യാൻ ട്രസ്റ്റ് എന്നാണ് പറഞ്ഞത്. അവർ ഞാൻ കൊടുത്തതല്ല, അത് അവർ തന്നെ ഇട്ട ഹെഡിങ് ഒരു സുഹൃത്ത്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് എന്നാണ്. അപ്പോൾ അത് ആ ഒരു ഫീലിങ്ങിനാണ് ആൾക്കാർ നമ്മളോട് കണക്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി ഈസിയർ ആണ് കണക്ട്, ഫ്ലുവൻ്റ് ആണ്, സ്പോണ്ടേനിയസ് ആണ്. പിന്നെ മോഹൻജിയെ പറ്റി എനിക്ക് എപ്പോഴും തോന്നാറ് മോഹൻജി ഒരു കൺസെപ്റ്റ് ബ്രേക്കർ ആണ്. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെറുപ്പം മുതലേ ഒക്കെ കേട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അങ്ങനെ. ഇപ്പോൾ കുറച്ചും കൂടി അക്സെപ്റ്റൻസ് ആയി. പക്ഷേ ഒരു 10 വർഷമൊക്കെ മുമ്പ് മോഹൻജിയെ പറ്റി പറഞ്ഞ് കാണിക്കുമ്പോൾ മോഹൻജി നല്ല ഫ്രീക്കായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ജീൻസും ഷർട്ടൊക്കെ. അപ്പോൾ ഇതാണോ നിൻ്റെ ഗുരു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഔട്ട്വേർഡ് ആയ അപ്പിയറൻസിൻ്റെ ഉള്ളിലുള്ള ഒരു കാമ്പ്, എന്താ പറയുക, അതൊരു അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോൺഷ്യസ്നെസ് അതിലേക്ക് കണക്ട് ചെയ്യുമെന്നാണല്ലോ മോഹൻജി എപ്പോഴും പറയാറ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ബ്രേക്കിംഗ്, ഇതിന് കുറേ പ്രശ്നങ്ങളും വന്നിട്ടില്ലേ? കുറേ പേരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഒരുപാടുണ്ട്. അത് ആദ്യം എനിക്കൊരു ടൈറ്റിൽ തന്നത് വിറ്റൽ ബാബാജിയാണ്. അദ്ദേഹം 2014 സമാധിയായി. അദ്ദേഹം രാജഋഷി എന്നുള്ള ടൈറ്റിലാണ് തന്നത്, രാജയോഗി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ അത് കഴിഞ്ഞ് പല ആൾക്കാരും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം ഇപ്പോൾ അവധൂത് നാഥാനന്ദ സ്വാമിയാണ് എനിക്ക് ഈ ബ്രഹ്മഋഷി എന്നുള്ള ടൈറ്റിൽ തന്നത്. അപ്പോൾ ഞാൻ ഒരു ഫോർമാറ്റിൽ ഇരിക്കുകയാണെങ്കിൽ, ആ ഒരു ബൗണ്ടറിക്കകത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒതുങ്ങിപ്പോവും. പക്ഷെ ഞാൻ അറിയപ്പെടുന്നത് ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് ഒന്ന്. പിന്നെ രണ്ടാമത് ടൈറ്റിൽസ് ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല. എല്ലപ്പോഴും ഞാൻ ആൾക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബൗണ്ടറീസ് നമ്മളെപ്പോഴും ബ്രേക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ, അറ്റ്ലീസ്റ്റ് മനസ്സിൽ. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യാൻ മടിക്കുന്നത് പേടിച്ചിട്ടാണ്. സൊസൈറ്റിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ എന്ത് വിചാരിച്ചിട്ടോ ഒക്കെയാണ്. ഞാൻ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ ലൈഫ് കൊണ്ട് ആൾക്കാർക്ക് ഇഫക്റ്റ് ഉണ്ടോ, ആൾക്കാരുടെ ജീവിതം മാറുന്നുണ്ടോ, അത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. എന്ത് ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ളതല്ല, എന്ത് ഇഫക്റ്റ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. മോഹൻജി ഇപ്പോൾ പറഞ്ഞല്ലോ നാദാൻജിയുടെ കാര്യം പറഞ്ഞപ്പോൾ നാദാൻജി ഇടയ്ക്ക് പറഞ്ഞു ഞാൻ കാഷായ വസ്ത്രം ഉപേക്ഷിച്ചു. കാരണം ഈ കാഷായ വസ്ത്രം ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് ഗുരുവായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഡ്രസ് കോഡ് ആദ്യം ഇത് ചെയ്യുക. അപ്പോൾ മോഹൻജി പറഞ്ഞ പോലെ നാദാൻജി ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു, കാഷായ വസ്ത്രം ഞാൻ ഉപേക്ഷിച്ചു, കാരണം വെളുത്തതാ കൊടുക്കണം. അപ്പോൾ ആ ഒരു ഡ്രസ്സിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ ചേഞ്ച് ഈ 10 വർഷത്തിൻ്റെ
ഇടയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ആരും അങ്ങനെ ചോദിക്കാറില്ല. തുടക്കത്തിൽ അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്തറിയോ, ആദ്യം ആൾക്കാർ കാണുന്നത് ഫിസിക്കലാണ്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം ആ രൂപമാണ് ശ്രദ്ധിക്കുക. പിന്നീട് കുറച്ചുകൂടെ അടുക്കുമ്പോഴാണ് നമ്മൾ സ്വഭാവ രീതികളും മറ്റുള്ളൊക്കെ വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും നമ്മുടെ അപ്പിയറൻസും കാര്യങ്ങളുമാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഹൗ വി ഇന്ററാക്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആൾക്കാരോട് പെരുമാറുന്നു, ഇതൊക്കെ സെക്കൻഡ് ലെവലിൽ. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഞാൻ ഒരുപാട് പേർക്ക് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. അതായത് ഞാൻ പല ഡ്രസ്സ് ധരിക്കുന്നു. ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട്സ് ഇട്ടിട്ട് ബീച്ചിൽ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു 3 പീസ് സൂട്ട് ഇട്ട് ബീച്ചിൽ പോകാൻ പറ്റില്ല, നമ്മൾ കുളിക്കാനല്ലേ പോണേ. അപ്പോൾ നമ്മൾ എന്താണോ സമയം സന്ദർഭം അതിനനുസരിച്ച് സ്പോണ്ടേനിയസ് ആവുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ആത്മീയതയായിട്ട് ഒരു ബന്ധവുമില്ല. ആത്മീയത എപ്പോഴും സ്റ്റാറ്റിക്കാണ്. അത് നല്ലപോലെ നടക്കുന്നുണ്ട്. അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ പെരുമാറുന്നൊരു ലോകമുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ വ്യാപരിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിൽ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ എല്ലാം വേസ്റ്റഡാണ്. എന്ത് ഡ്രസ്സ് ധരിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇഫക്റ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് സൗകര്യമുള്ള പോലെ ആവുക, സ്പോണ്ടേനിയസ് ആവുക. പിന്നെ ഒരു ബൗണ്ടറിയുടെ ആവശ്യമില്ല. നമുക്ക് ശരിക്കും ആ ബൗണ്ടറി ഒക്കെ മനസ്സിലാണ്. അത് നമ്മൾ ഇന്ന മാതിരി ആയാലേ ശരിയാവുള്ളൂ. പിന്നെ പലരും ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി തീരെയില്ല. ഇപ്പോൾ ആരും കാണാൻ വന്നിട്ടില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഐ എം കംപ്ലീറ്റ് ആൻഡ് കണ്ടന്റഡ്. ഞാൻ സംതൃപ്തനാണ് എന്നെ തന്നെ വെച്ചിട്ട്. വേറൊരാളെ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വെച്ചിട്ടല്ല. അതല്ലാണ്ട് തന്നെ എനിക്ക് സംതൃപ്തിയുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആ ലെവലിൽ നമുക്കപ്പോൾ നമ്മൾ എന്താണോ അത് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് ലോകത്ത്. വേറെ ഒന്നും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. നമ്മുടെ ലോകം എന്താണോ അത് നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളെന്താണോ അതുപോലെയാണ് നമ്മുടെ ലോകം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറുന്നില്ല. കുറച്ച് കാലത്തേക്കൊക്കെ ഇത് വെച്ച് മൂടി വെക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി സത്യം പുറത്തു വരും. പിന്നെ ഇതേ ഉള്ളൂ. ഞാൻ ഒരാളോട് ചോദിച്ചു, ഒരു സ്വാമിയോട് ചോദിച്ചിട്ട് സ്വാമിയോട് പറഞ്ഞു, മോഹൻജി ബ്രഹ്മർഷി അല്ലേ, അതേപോലത്തെ ഡ്രസ് കോഡൊക്കെ വേണം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഡ്രസ് കോഡാണോ നല്ലത്, ഇഫക്റ്റ് ആണോ നല്ലത്? അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് ആൾക്കാരുടെ ജീവിതം മാറുന്നുണ്ടെങ്കിൽ, അവർക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ അതാണോ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നതാണോ ആവശ്യം ചോദിച്ചു. അപ്പോൾ അയാൾക്കൊന്നും പറയണ്ടായില്ല. പിന്നെ മോഹൻജി പറയാറുണ്ടല്ലോ, ഇപ്പം നമ്മൾ പേരൻറ്റിങ് വലിയൊരു പ്രശ്നമാണല്ലോ. ഇപ്പം മോഹൻജി പറയാറുണ്ട്, കുട്ടികളെ നമ്മൾ ഉപദേശിക്കരുത്, സെറ്റ് ആൻ എക്സാമ്പിൾ, ലീഡ് ബൈ എക്സാമ്പിളിന്. എനിക്കുണ്ടായിട്ടുള്ള ഒരു സംശയം. അതേസമയം മോഹൻജി പറയും, ഗുരുക്കന്മാരെ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഇത് നോക്കിയിട്ട് അനുകരിക്കരുത്, അവരുടെ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യും. ഇത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റിൽ ഇപ്പൊ കുട്ടികൾ നമ്മളെ മാതാപിതാ ഗുരു എന്ന് പറയുമ്പോൾ അവരും നമ്മളെ നോക്കിയിട്ട് അനുകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ നോക്കിയിട്ട് അനുകരിക്കില്ലേ? മീൻസ് അത് വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് അവർ നോക്കുന്നത് ആദ്യത്തെ ഈ വിഷ്വൽ ഇതാണ്. വിഷ്വൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ ഇന്റഗ്രിറ്റിയാണ് അവർ നോക്കുന്നത്. പക്ഷേ ഗുരുക്കന്മാരെ നോക്കണമെങ്കിൽ നമ്മൾ അവരുടെ കോൺഷ്യസ്നെസ്സാണ് നോക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ കാര്യമില്ല. നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ഷിർദി സായിബാബ സ്മോക്ക് ചെയ്തിരുന്നു, നമ്മളും സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്മോക്കർ മാത്രമേ ആവുള്ളൂ, നമ്മൾ ഷിർദി സായിബാബ ആവില്ല. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾക്ക് ആദ്യം ഒരു ആങ്കർ വേണം. അതായത് അവർ ലോകം പരിചയിച്ചു വരികയാണ്. അവർ ജനിച്ചിട്ട് അവർ ഈ ലോകത്തിനെ കാണുന്ന ആദ്യം അവർ കാണുന്ന അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത് അത് ഐഡിയലായിട്ട് വരും അവർക്ക്. അത് നമ്മൾ അറിയാണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. ഒന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ. ഞാനെപ്പോഴും പറഞ്ഞ കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ നാച്ചുറലാക്കി വിടുക. അവരുടെ നാച്ചുറാലിറ്റി ഉണ്ട് അവർക്ക്. ആ നാച്ചുറാലിറ്റി അവരുടെ സ്ട്രെങ്ത് ആണ്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ഒറിജിനാലിറ്റി എന്താ, നാച്ചുറാലിറ്റി എന്താ, അത് സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുക വേണ്ടു. അത് നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് സമയം കുട്ടികളുടെ മുകളിൽ സ്പെൻഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ അറിയാൻ പറ്റും അവർക്ക് ഒറിജിനാലിറ്റി ഉണ്ട്, അവർക്ക് നാച്ചുറാലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ നർച്ചർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് സംഗീതത്തിൽ കഴിവുണ്ട് ഓട്ടോമാറ്റിക്കലി, അതായത് പഠിപ്പിച്ചിട്ടല്ല അല്ലാണ്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അത് നർച്ചർ ചെയ്ത് കൊടുക്കുക. പാട്ട് പാടാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് കേൾക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പിന്നെ അവർക്ക് അതിൽ ജെന്യുവൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറി പോകും. ജെന്യുവൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, ഒരു പാസിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് വിട്ടും പോകും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കുറേ ട്രയൽസ് ആൻഡ് എറേഴ്സ് അങ്ങനെ വരും. പക്ഷേ എങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, നമ്മൾ ഇമ്പോസ് ചെയ്യാതിരിക്കുക. നമ്മൾ വിചാരിക്കരുത് ആ കുട്ടി ജനിച്ചു ഇനി ഇവൻ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചാൽ അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ ആ ഒറിജിനാലിറ്റി പോയി. പക്ഷേ അതൊരു ഗുരുവിനെ കാണുമ്പോൾ അങ്ങനെയല്ല. ഗുരുവിനെ കാണുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് വേണ്ടത്. നമുക്ക് എന്ത് അവസ്ഥയിലാണോ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതല്ലാണ്ട് എന്ത് ഭക്ഷണം കഴിക്കണോ, എവിടെ കിടക്കണോ, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല കാര്യം. അതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാസറ്റ്സ് ആണ്. പക്ഷേ ഏത് അവസ്ഥയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് അവസ്ഥയിൽ നിന്നാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ പുതുതായിട്ട് വരുന്ന കുറച്ച് ഡിസേബിൾസ് എങ്കിലും ഗുരുവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുമല്ലോ. അതുണ്ടാവാം.
അങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് എന്തായാലും ഉണ്ടാവും അത്. പക്ഷെ നമ്മൾ ആ ഗുരു, നമുക്ക് ആകെ ആവശ്യമുള്ള എന്താ വെച്ചാൽ ഒരു ഗുരു എന്താണോ ആ അവസ്ഥയിൽ നമ്മൾ എത്തണം. അതായത് പിന്നെ കംപ്ലീറ്റ് സ്റ്റിൽ മൈൻഡ്, മനസ്സ് അചഞ്ചലമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ, ഗുരുവിൻ്റെ അവസ്ഥ, ശിവൻ്റെ അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ. അതല്ലെങ്കിൽ 100% സ്നേഹമായിരിക്കുന്ന ഒരവസ്ഥ, ഒന്നും ഇങ്ങോട്ട് ആവശ്യമില്ല സ്നേഹിക്കാൻ, അതായത് കണ്ടീഷണൽ അല്ലാത്ത സ്നേഹം, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇതൊക്കെയായിരിക്കും ഗുരു ഉണ്ടാവുക. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഗുരു എന്ന് പറഞ്ഞ ഒരു സാധനമില്ല ലോകത്ത്. ഗുരു എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ്, ഒരു അവസ്ഥയുടെ അവതരണമാണ് ഗുരു, അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ ഒരു നാമമാണ് ഗുരു. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്റ്റേബിളായിരിക്കണം, പിന്നെ സ്റ്റില്ലായിരിക്കും, അദ്ദേഹം സ്റ്റേബിൾ, സ്റ്റിൽ, പിന്നെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇതുണ്ട് ഗുരുവിനെ പറ്റിയിട്ട് നമുക്കറിയാലോ. ബ്രഹ്മാനന്ദം, പരമസുഖതം, കേവലം, ജ്ഞാനമൂർത്തി, ദ്വന്ദ്വാതീതം, ആ ഒരു സ്റ്റേറ്റ് തന്നെയാണ് ഗുരു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. ഈ അവസ്ഥയാണ് നമ്മൾ നോക്കണത്. അപ്പോൾ അത് പക്ഷേ ഒരു ചെറിയ കുട്ടിക്ക് അത് പറ്റില്ല. അത് കാരണം ആ കുട്ടി നോക്കുന്ന വ്യക്തിയും അവരുടെ ബിഹേവിയറും സൊസൈറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഗുരുവായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റും. അത് നിഷ്കളങ്കത. അത് വ്യത്യാസമുണ്ട്. കുട്ടികൾ ഗുരുക്കന്മാരെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഗുരുക്കന്മാർ കുട്ടികളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഒരു കളങ്കവും ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ഗുരുക്കന്മാരാണ് അവർ. നമ്മുടെ വീട്ടിലുള്ള ഗുരുവാണ് കുട്ടികൾ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്കൊരു സൊസൈറ്റിയുടെ അസറ്റ് എന്ന് പറയുന്ന യൂത്താണ്. ഏതൊരു സംഘടനയ്ക്കാണെങ്കിലും ഏതൊരു രാജ്യത്തിനാണെങ്കിലും യൂത്താണ്. കാരണം അവർ വളരെ വൈബ്രൻ്റ് ആണ്, അവരുടെ എനർജിൻ്റെ, പിന്നെ അവർക്ക് വലിയ കൺസെപ്റ്റുകളൊന്നുമില്ല. അവർ ഈ വലിയ ആൾക്കാരെ അടിച്ചേൽപ്പിക്കുന്നതിനൊക്കെ അവർ ചോദ്യം ചെയ്യും അവർക്ക് ശരിയല്ലെങ്കിൽ. പിന്നെ അവർക്ക് ഇതുപോലെ നന്മകൾ ചെയ്യാനുള്ള മനസ്സും ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ അഡിക്റ്റായി പോയിരിക്കുകയാണ്, ഈ വിർച്വൽ വേൾഡിന് കുറച്ച് അഡിക്റ്റായി പോയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരുപാട് സമയം അതിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യൂത്തിനെ നമുക്ക് നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ ഇതിൽ ആക്റ്റീവാക്കി, മോഹൻജി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂത്ത് ക്ലബ് ഉണ്ട്, മോഹൻജി യൂത്ത് ക്ലബ് ഉണ്ട്. ഞാൻ ഈ അവസ്ഥകൾ അല്ലെങ്കിൽ സമയത്തിൻ്റെ ചില മാനദണ്ഡങ്ങൾ, സമയത്തിൻ്റെ ചില പ്രത്യേകതകൾ, അത് ഞാൻ കോൺട്രഡിക്റ്റ് ചെയ്യില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സമയം ഇപ്പം എങ്ങനെയാണ്, വെർച്വൽ വേൾഡാണ്. മൊബൈൽ ഫോണാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്, അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ ദിവസം ഇൻട്രാക്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണായിട്ടാണ്, വ്യക്തികളായിട്ടല്ല. ഐ കോൺടാക്റ്റ് ഇല്ലാണ്ടായി, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കാണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മാറി. കഴിഞ്ഞ് 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം എടുത്താൽ തന്നെ ഒരുപാട് മാറി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ അത് മാറ്റാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അതൊരു സിറ്റുവേഷൻ വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പിന്നെ നിഷ്കാമ കർമ്മങ്ങൾ, അതായത് കർമ്മയോഗ, സെൽഫ്ലെസ് സർവീസസ്, അതൊരു മൂവ്മെൻ്റ് ആക്കി കൊണ്ടുവരിക. അപ്പോൾ ആൾക്കാർക്ക് പുറത്തൊരു ലോകവുമായിട്ട് ഇൻട്രാക്ഷൻ, പാവപ്പെട്ടവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പം ഹിറ്റ്ലറുടെയൊക്കെ ഹോളോകോസ്റ്റൊക്കെ പറഞ്ഞിട്ടില്ലേ? ഹിറ്റ്ലർ, അതായത് എത്രയോ ആൾക്കാരെ അവർ പിന്നെ ഗ്യാസ് ചേമ്പറിൽ കൊന്നു, അല്ലെങ്കിൽ മറ്റേ പട്ടിണിക്കിട്ടു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് ആനിമൽ വേൾഡിൽ. സ്പീഷീസ് സിസ്റ്റം ഉണ്ട്. സ്പീഷീസ് സിസ്റ്റം, അതായത് നമ്മുടെ സ്പീഷീസ്, അതായത് ഹ്യൂമൻ സ്പീഷീസ് മറ്റുള്ള എല്ലാ സ്പീഷീസിനെയും കൊന്നൊടുക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഉപദ്രവിക്കലല്ല, വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് മൃഗങ്ങൾ ലാബറട്ടറീസിൽ മരിക്കുന്നുണ്ട്. അവർക്ക് ഒരു മേത്തൊക്കെ ഇഞ്ചക്ട് ചെയ്ത് പരീക്ഷണം നടത്തിയിട്ട് അവർ വേദനിച്ച് മരിക്കുന്നുണ്ട്. പിന്നെ അത് തന്നെയാണ് ഹിറ്റ്ലറും മറ്റുള്ള ഇവരൊക്കെ ചെയ്തത്. അത് മനുഷ്യരുടെ മുകളിൽ ചെയ്തേ ഉള്ളൂ. നമ്മളതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മില്യൺസ് ആയിട്ടുള്ള മൃഗങ്ങളെ നമ്മൾ കൊല്ലുന്നുണ്ട് അവരുടെ ബോഡിക്ക് വേണ്ടിയിട്ട്, ഇറച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ. പിന്നെ അതേപോലെ ഈ മക്കളെന്നുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിവൈനാണ്. ഇപ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഗുരു ശിഷ്യബന്ധത്തിനേലും ഡിവൈനാണ് മദർ ചൈൽഡ് റിലേഷൻഷിപ്പ്, അമ്മയും മകനും മകളുമായിട്ടുള്ള. ആ ഒരു ഇതിനെ നമ്മൾ 100% അവഹേളിക്കുന്നുണ്ട് ഡയറി ഫാംസിൽ. അതായത് 9 മാസം ചുമന്ന് വയറിൽ കൊണ്ടു നടന്ന് പ്രസവിക്കുന്ന കുട്ടീനെ അപ്പം ദിവസം എടുത്ത് മാറ്റും. അപ്പോൾ എന്നിട്ട് അവരുടെ പാല് നമ്മൾ എടുക്കും. ഈ മനുഷ്യരാണ് ആകെ ഒരു സ്പീഷീസ് അഡൽട്ടായി കഴിഞ്ഞാലും പാല് കുടിക്കുന്നത്. ഒരൊറ്റ ആനിമൽസ് ചെറിയ കുട്ടിയുടെ പ്രായം കഴിഞ്ഞാൽ പാല് കുടിക്കില്ല. നമ്മളാണ് മറ്റുള്ള ജീവികളുടെ പാല് കുടിക്കുന്നതും അതേപോലെ തന്നെ അവരെ ഒട്ടും ഒരു ഇൻഡിവിജ്വൽ അല്ലാതെ കാണുന്നു. അപ്പോൾ ഈ സ്പീഷീസിസം ഉണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെർച്വൽ വേൾഡിൽ നിന്ന് വേറൊരു തോട്ടിലേക്ക് വരും ആൾക്കാർ. ഇതൊരു ആക്ടിവിസത്തിന് വേണ്ടിയല്ല, അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്.
കാരണം നമ്മൾ ലോകത്തിനെ എങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്യണു, എനർജറ്റിക്കലി എങ്ങനെ നമ്മൾ നശിപ്പിക്കണം, എന്നിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും എനിക്ക് സുഖമില്ല, പിന്നെ എൻ്റെ ശരീരം ശരിയല്ല, ബ്ലോക്കേജസ് ഉണ്ട് ബോഡിയിൽ, ഇതൊക്കെ പറയും. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താണ്? നമ്മുടെ ജീവിതശൈലിയാണ്, നമ്മൾ ഇൻഡിഫറൻസ് ആണ്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ലോകത്തിനെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ലോകം നമ്മളെയും കെയർ ചെയ്യില്ല. ഇത്രയും കൂടുതൽ മരണം സംഭവിക്കുന്നില്ല, അപകട മരണം അല്ലെങ്കിൽ അകാല മൃത്യുയുടെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ ലൈഫ് സ്റ്റൈലല്ലേ. ഇപ്പം ഒരു സ്റ്റഡി കണ്ടില്ലേ, 40 വയസ്സിന് താഴെയുള്ള ഹാർട്ട് അറ്റാക്ക് വളരെ കൂടിയെന്ന്, 60% കൂടിക്കണമെന്ന്, മോർ ദാൻ പാസ്റ്റ് 60%. അപ്പോൾ അതിൻ്റെ ഒരു വലിയ കോസ് ഉണ്ടാവുമല്ലോ. വാക്സിനേഷൻ ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും പിന്നെ നമ്മുടെ ഈ പ്രോസസ്ഡ് ഫുഡ് ആണെങ്കിലും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും യൂത്തിനും കൊടുക്കേണ്ട അവയർനെസ്, അടുത്തൊരു ലോകം, അടുത്ത ജനറേഷൻ ഇതേപോലെ പാടില്ല, കൂടുതൽ ഓർഗാനിക് ആയിരിക്കണം, കൂടുതൽ നമ്മൾ നേച്ചറായിട്ട് ഇടപെടണം. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു 90% ഇല്ലേ, എല്ലാത്തിലും വെള്ളമുണ്ടല്ലോ, ജലാംശമുണ്ട്. ഈ ജലാംശം നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പം കുടിക്കുന്ന വെള്ളം ഡെഡാണ്, 100% മരിച്ചിരിക്കുന്നു. അതിൽ ലൈഫില്ല, തീർച്ചയായിട്ടും ലൈഫില്ല, അത് ലിക്വിഡ് മാത്രമാണ്. പക്ഷേ ലിവിങ് വാട്ടർ ഉണ്ട്, വാട്ടർ വിച്ച് വൈബ്രേറ്റ്സ്. വാട്ടർ എന്ന് പറഞ്ഞാൽ അതിപ്പം ഈ മസൂറോ ഇമോട്ടോ, ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റ് ഉണ്ട്, അത് മരിച്ചുപോയി. അദ്ദേഹം ഒരുപാട് പരീക്ഷണം നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ജലത്തിന് ശക്തിയുണ്ട്. അല്ല, നമ്മൾ കുടിക്കുന്ന വെള്ളം ഡെഡ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ജലത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. കാരണം ജലം എല്ലാം അബ്സോർവ് ചെയ്യും, സ്പോഞ്ച് പോലെ. അത് നമ്മുടെ ശരീരത്തിലേക്ക് അത് തരും. അപ്പോൾ ജലത്തിന് ലൈഫ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനോട് ചേർന്ന് ലൈഫിനെ റീജനറേറ്റ് ചെയ്യും. ആ ജലത്തിൽ ഒന്നും ഇല്ലാണ്ട് കൂട്ടുക. വെറും ലിക്വിഡ് ആണെങ്കിലോ അതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, മാത്രമല്ല ചിലപ്പോൾ അത് നെഗറ്റീവ് ക്യാൻസർ പോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ വരുന്ന വെള്ളം, ഈ പൈപ്പിൽ കൂടെ വരുന്നതും എല്ലാം കണ്ടാമിനേറ്റഡും ഡെഡ് വാട്ടറാണ്. അതിപ്പോൾ പ്യൂരിഫൈഡ് ആണെങ്കിൽ തന്നെ കൂട്ടിക്കോളൂ, ഡെഡാണ്. അപ്പോൾ അത് പിന്നെ മസൂറോ ഇമോട്ടോ, പിന്നെ ഇപ്പോൾ ഡോൾഫ് സാൻഡിങ്കെ, മറ്റേ നെതർലാൻഡ്സിൽ, ഇവരൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ കാനഡ ആശ്രമത്തിൽ അവിടുത്തെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൽ ഈ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് വെള്ളത്തിന് നമ്മൾ കൂടുതൽ ലൈഫ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിറച്ച് മത്സ്യങ്ങൾ വന്നു, നിറച്ച് പക്ഷികൾ വരുന്നുണ്ട്. അതെ, അപ്പോൾ ലൈഫിന് നമ്മൾ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഡെഡ് വാട്ടറാണ്, വാട്ടറിൻ്റെ ലൈഫ് പോയിക്കുന്നു. അത് ത്രൂ വേരിയസ് റീസൺസ്, കാരണം അതിൻ്റെ പ്രോസസ്സിങ്ങും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ. കാരണം ഈ ഇതിൽ മറ്റേ മസൂറോ ഇമോട്ടോൻ്റെ എക്സ്പെരിമെൻറ്റ്സ് യൂട്യൂബിലൊക്കെ ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതായത് ഈ വെള്ളം എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമോഷനടക്കം അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് റിലീസും ചെയ്യുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചാണ് വെള്ളം നമുക്ക് ഗുണകരമായി വരിക. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസും നമ്മളുമായിട്ടുള്ള കണക്ഷൻ. കാരണം ഈ കണക്ഷനോട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ട്രേഡ് സെൻറ്റർ തകർന്നില്ലേ, അപ്പോൾ അതിലൊരു നായ 72 പേരെ രക്ഷിച്ചു. അത് കുറച്ചിട്ട് ആൾക്കാർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ട് കുറേ താഴത്തേക്ക് കൊണ്ടുവന്നു ആൾക്കാരെ, എന്നിട്ട് അത് മരിച്ചുപോയി തോന്നുന്നു ഓൺ ദ വേ. അതിനിടയ്ക്ക് ഒരാൾ പാനിക് അറ്റാക്ക് ഉണ്ടാക്കിയപ്പോൾ അതിനെ നക്കി അയാൾക്കൂടെ ശരിയാക്കിയിട്ട് അയാളെ കൂടെ കൊണ്ടുവന്നു നായ, ഒരു നായ. നമ്മളും ആനിമലുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറഞ്ഞിരിക്കുന്നു. ആനിമൽസായിട്ട് നമ്മളെല്ലാവരും കാണുന്നത് ഒരു വേറെ സ്പീഷീസാണ്, നമുക്ക് അവരായിട്ട് ബന്ധമില്ല എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഫേവർ ചെയ്യുക എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയല്ല, ഒരു പശുവും കുട്ടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആങ്സൈറ്റി ലെവൽ വളരെ കുറയും. എല്ലാ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഉണ്ട്. ഈ ചിക്കൻ ഉണ്ടല്ലോ, കോഴിക്ക് വളരെയധികം ട്രാങ്ക്വിലിറ്റി തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പക്ഷേ അതിനെ നോക്കുന്ന അതിൻ്റെ ശരീരം, അതിൻ്റെ ബോഡി, അതിൻ്റെ കാലൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു ജീവി എന്ന നിലയ്ക്ക് അതിന് ഒരുപാട് വാല്യൂ അഡീഷൻ തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈഫാണ് ഞാൻ യൂത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരിതെല്ലാം ഫോളോ ചെയ്യണമെന്നല്ല, അവരതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നേച്ചറും ഞാനും ഒന്നാണ് എന്നുള്ള ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് സ്റ്റെബിലിറ്റി പ്രോബ്ലം വരില്ല. അവർ സ്റ്റേബിൾ ആണെങ്കിൽ സൊസൈറ്റി സ്റ്റേബിൾ ആയി. അവർ നേച്ചറിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് ഈ ഒരു മൊബൈൽ കാരണം ഒരുപാട്. അതൊരു പ്രശ്നം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഐ കോണ്ടാക്ട് ഇല്ല, നമ്മൾ ആരെയും റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ റെസ്പെക്ട് തന്നെ മാറിയില്ലേ, കൾച്ചർ ഓഫ് റെസ്പെക്ട് ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു. അല്ല, എല്ലായിടത്തും അതിപ്പം ഒരു യൂണിവേഴ്സൽ ഫിനോമിനാണ്. നമ്മൾ ഒരു സ്ഥലം എന്നില്ല, അതിപ്പോൾ എല്ലായിടത്തും പോക്കറ്റ്സിൽ ഉണ്ടാവും ചിലപ്പോൾ നല്ല റെസ്പെക്റ്റ്ഫുൾ. അത് റെസ്പെക്റ്റിന് ഒരു വലിയ ഗുണമുണ്ട്, അത് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടും.
ഇപ്പം ഞാൻ ദീപയോട് റെസ്പെക്റ്റ് കാണിക്കുകയാണെങ്കിൽ ദീപയ്ക്ക് റിസീവ് ചെയ്യുന്നതിലും കൂടുതൽ എൻ്റെ സെൽഫ് എസ്റ്റീമാണ് കൂടുന്നത്. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ജലസിയും അങ്ങനത്തെ ഒക്കെ. അതായത് നമ്മൾ ഷ്രിങ്ക് ചെയ്യും, നമ്മൾക്ക് സങ്കുചിതമായി തോന്നും. പിന്നെ എനിക്ക് ഈ 2023 എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഒരു സ്ത്രീ ശാക്തീകരണം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിപ്പോ ഇന്ത്യയിൽ ഭാരതത്തിൽ മൊത്തം നടക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ലെവലിലാണെങ്കിൽ രണ്ടും കൂടെ ബാലൻസ് ആയാലല്ലേ ഒരു അർദ്ധനാരീശ്വര സങ്കല്പം പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിൽ അറിയാതെ തുടങ്ങിയതാണ്, മീൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചു പോയതാണ്. ഒരു സ്ത്രീ ഗ്രൂപ്പാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്, മിറാക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പ്. എല്ലാവരും ഒരു 25-30 പേരെങ്കിലും ഡെയിലി 5 AM ചെയ്യുന്നുണ്ട്. പിന്നെ UAE-യിലുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഗ്രൂപ്പിൽ തന്നെ സബ് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മോർ ആൻഡ് മോർ മോഹജോട് കണക്ട് ചെയ്യുന്നുണ്ട്, ബാബയോട് കണക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് വരുന്നുണ്ട് വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചിലർക്ക് കൗൺസിലിംഗ് ആവശ്യമുള്ള 2-3 പേര് എന്നോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഫാമിലിയിലുണ്ട്, മോഹൻജി ഫാമിലിയിൽ കൗൺസിലിംഗ് കൊടുക്കുന്നവരുണ്ട്. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്കൊരു മോറൽ സപ്പോർട്ട് ഞങ്ങൾ കൂടെയുണ്ട്. ആ രീതിയിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എംപവർമെൻറ്റ് നടക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തതല്ല, ഇതൊക്കെ സംഭവിച്ചതാണ്. പെട്ടെന്ന് മോഹൻജി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ December 5-നാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 116-120 പേരായി. വിത്തിൻ 1 month ഇപ്പോൾ മോഹൻജി അവർ കാണാൻ പോണു. അപ്പോൾ അവർ വളരെ ഫ്രീ ആയിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ഒരു എംപവർമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ദേവിജിയുടെ പേജിൽ നോക്കിയപ്പോൾ സെയിം തിങ് ഇന്നലെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഇവിടെ നടക്കുന്നുണ്ട്, അവിടെയും ദേവി ഒരു സർക്കിൾ ഓഫ് ലേഡീസ്. അപ്പോൾ അത് മാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോഹൻജിയുടെ അഭിപ്രായം എന്താ? ലേഡീസ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു ഇതിന് ആവശ്യമാണല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് വുമൺഹുഡ് ചെയ്തുല്ലോ കഴിഞ്ഞതിന് 3 കൊല്ലം. ഇനിയിപ്പോൾ എല്ലാ കൊല്ലവും ഫെസ്റ്റിവൽ ഓഫ് വുമൺഹുഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വുമൺഹുഡ് ഈസ് മദർഹുഡ്. മദർഹുഡ് ആകുമ്പോഴേ ഒരു മദർ ആകുമ്പോഴേ ഒരു വുമൺ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. കാരണം ഓറിയൻറ്റേഷൻ ഓഫ് എനി വുമൺ, എനി സ്പീഷീസ്, ഏത് സ്പീഷീസ് എടുത്താലും ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് മദർഹുഡാണ്. അവനവന് കുട്ടികളാവണമെന്നില്ല, കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഇൻട്രാക്ഷൻ. അപ്പം നമുക്ക് ഇൻ അതർ വേർഡ്സ് മദർഹുഡ് അല്ലെങ്കിൽ വുമൺഹുഡ് എന്ന് പറഞ്ഞാൽ നർച്ചറിങ് നേച്ചറാണ്. അതായത് നർച്ചർ ചെയ്യും, ലൈഫിനെ നർച്ചർ ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് മെയിൽ അങ്ങനെ ആവണമെന്നില്ല, ആണുങ്ങളുടെ സ്പീഷീസ് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇതിന് വളരെ പ്രസക്തി ഉണ്ട്. ഇപ്പോൾ ഞാനത് കൂടുതൽ ഇതിന് ഇൻറ്റൻസിറ്റിയും പ്രസക്തിയും അതിൻ്റെ സപ്പോർട്ടും കൊടുക്കാൻ കാരണം കൂടുതൽ ഈ മാതൃത്വം ഭൂമിയിൽ വന്നാൽ ഇപ്പം അമ്മയൊക്കെ അമൃതാനന്ദമയി അമ്മയൊക്കെ ചെയ്യുന്നുണ്ട് മാസീവ് ലെവലിൽ, വളരെ വലിയ കാര്യം ചെയ്യണം. അപ്പോൾ അതേപോലെ ഒരു മാതൃത്വം കൂടുതൽ വന്നാൽ ഇത്രയും യുദ്ധം ഉണ്ടാവില്ല. എപ്പോഴും പറയുന്നൊരു കാര്യം, ഇത്രയും യുദ്ധം ഉണ്ടാവില്ല, ഇത്രയും ഡിഫറൻസസ് ഉണ്ടാവില്ല, കുറേ കൂടുതൽ ടോളറൻസ് വരും. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, നമുക്ക് എന്താ കുഴപ്പം? നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാരെ ജാതി, മതം, കൺട്രി, കൾച്ചർ, കളർ എന്നുള്ള ലെവലിലൊക്കെ ഡിവൈഡ് ചെയ്യണം. അതൊക്കെ സങ്കുചിതമാണ്. അതിലൊന്നും നമുക്ക് ശാശ്വതമായിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ഉറങ്ങണ സമയത്ത് എന്ത് ജാതി, എന്ത് മതം. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ അവസ്ഥയിലും അവരവരുടെ രീതിയിലും സന്തുഷ്ടരായിരിക്കണം. അവർക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ അവർ വേറെ ആരെയും ആക്രമിക്കില്ല. നമ്മൾ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാ തോന്നുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത്. അത് അറിവില്ലായ്മ കൊണ്ടല്ലേ വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്നത് ശരി തന്നെ. ഇതിലിപ്പോൾ നമുക്ക് ആർക്കും ഒരാളും വലുതും ചെറുതും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ജാതിയും മറ്റേതിനും ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ സനാതനധർമ്മ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംപിളി പറയുകയാണെങ്കിൽ വെറും ഗ്രൗണ്ട് റൂൾസാണത്. അതായത് സനാതനധർമ്മ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു റൂള് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കണോ, സൂര്യൻ ആരെയും നോക്കുന്നില്ല, അവനവൻ്റെ എന്താണോ സ്വഭാവം, വെളിച്ചവും ചൂടും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഒരു ഗട്ടറിലാണെങ്കിലും ഒരു ഗാർഡനിലാണെങ്കിലും അത് ഒരേപോലെ കൊടുക്കണം. ഒരു നല്ല വ്യക്തിക്കാണെങ്കിലും മോശം വ്യക്തിക്കാണെങ്കിലും സ്വഭാവം കൊണ്ട് ആണെങ്കിലും ഒരേപോലെ കൊടുക്കുന്നു. ഇതാണ് സനാതനധർമ്മം. അതായത് ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാണ്ട് നാച്ചുറലായിട്ടും നേച്ചർ റിലേറ്റഡ് ആയിട്ട് പോകുന്നതാണ് സനാതനധർമ്മം പ്രിൻസിപ്പിൾ. അതിൻ്റെ ബേസിസിലാണ് എല്ലാ ക്രിയേഷനും വന്നിട്ടുള്ളത്. അതൊരു മതം പറയാൻ പറ്റില്ലല്ലോ. എല്ലാ മതവും എല്ലാ ജാതി അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ എല്ലാ സങ്കുചിതത്വവും മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ്. അതിൻ്റെ ഒരു സമയമായിരിക്കുന്നു. അതിൻ്റെ ലീഡർഷിപ്പിന് നല്ലത് സ്ത്രീകളാണ്. എന്താ കാരണം വെച്ചാൽ അവരുടെ നേച്ചർ നർച്ചറിങ് ആണ്. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം വിചാരിച്ചിട്ടല്ലല്ലോ പലപ്പോഴും കുട്ടികളെ വളർത്തി. ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഞാൻ നാളെ ഒരു സ്ത്രീയെ കണ്ടു, കുറച്ച് 4-5 കൊല്ലം മുന്നേ. അവർ ഒരു സിംഗിൾ മദറാണ്. അപ്പോൾ മകനുണ്ട്. മകനെ ഹസ്ബൻഡ് മരിക്കുക പോവുക ചെയ്തു. അപ്പോൾ അവർ മകനെ പഠിപ്പിച്ചു, വലുതാക്കി. എന്നിട്ട് അത് കഴിഞ്ഞ് മകൻ ജോലി കിട്ടി. അവർ അമേരിക്കക്കാരാണ്. അയാൾ വെസ്റ്റ് കോസ്റ്റിൽ പോയി, വെരി ഈസ്റ്റ് കോസ്റ്റിലാണ്.
അപ്പോൾ പോയപ്പോൾ അവർ മകൻ പോയി അവിടെ ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ അമ്മയൊക്കെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും പറഞ്ഞു. അപ്പോൾ അയാൾ അമ്മോട് പറഞ്ഞു, അമ്മ ഞാൻ നിങ്ങളെ വന്ന് കാണാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. ഞാൻ വളരെയധികം ദുഃഖിച്ചു. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ സാക്രിഫൈസ് ചെയ്തു ഇയാൾക്ക് വേണ്ടിയിട്ട്, ഈ മകന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. ഞാൻ ഒരു ജീവിതം ഉണ്ടാക്കിയില്ല എൻ്റെതായിട്ട്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ ഒരു സാക്രിഫൈസും ചെയ്തിട്ടില്ല, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്തത്. കാരണം നിങ്ങൾക്കൊരു ഒരു ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ മകൻ എന്നെ നോക്കുന്നുള്ളത്. ആ ഒരൊറ്റ എക്സ്പെക്റ്റേഷൻ മതി ഈ സാക്രിഫൈസ് ഇൻവെസ്റ്റ്മെൻറ്റായി മാറാൻ. അപ്പോൾ നമ്മൾ ഒരു 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 മകനെ അവൻ നന്നായി നടക്കണം, അങ്ങനെ പോകണം എന്നുള്ള വിചാരിക്കുമ്പോൾ ഒരു പക്ഷി എങ്ങനെയാണ് കുട്ടികളെ വളർത്തണേ? അവരെനിക്ക് തിരിച്ച് ചോറ് കൊണ്ട് തരും പറഞ്ഞിട്ടല്ലല്ലോ. ഒരു പക്ഷി കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവർക്ക് പറക്കാറായി കഴിഞ്ഞാൽ വേ ഉന്തി വിടും, പൊക്കമെന്ന് പറയും. അതേപോലെ നോക്കാൻ പാടുള്ളൂ. അതാണ് സനാതന ധർമ്മ പ്രിൻസിപ്പിൾ. അവർക്ക് എന്താ വേണ്ട ഒക്കെ ചെയ്തു കൊടുക്കുക. ഈ സനാതന ധർമ്മത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് മോഹൻജി ഇപ്പോൾ ബാബെ ഇങ്ങോട്ട് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു അർത്ഥത്തിൽ സനാതന ധർമ്മം തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബാബ എന്നെ സ്പ്രെഡ് ചെയ്യാണ്. ആവാം, രണ്ട് സൈഡും ആവാം. കാരണം ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ബാബ എത്തി, ഒരുപാട് രാജ്യങ്ങളിൽ. അല്ല, ബാബയൊക്കെ എന്ന് പറഞ്ഞാൽ ബാബ ഒരു ഫോഴ്സാണ്, ഒരു 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 വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. ബാബ സത്യസായി ആണെങ്കിലും ഷിർദി സായി ആണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊരു വ്യക്തിയുടെ മുകളിൽ പോയിട്ടൊരു ഫോഴ്സായി മാറി അല്ലേ? അവർ അപ്പോൾ അവരുടെ ഫോഴ്സ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ മോഹൻജി എന്നൊരു വ്യക്തി വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം ബാബ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറ് എപ്പോഴും. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഇൻട്രാക്ഷൻ ബാബാജി, ഞാൻ ബാബാജിയോട് ചോദിച്ചു എനിക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും ഇടയ്ക്ക്. അപ്പോൾ ഐ മീറ്റ് യു എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് വരും, നമുക്ക് ആവശ്യമുള്ളവരും നമുക്ക്. പക്ഷേ ഉപനിഷത്ത് പറയുന്നൊരു വലിയ പ്രിൻസിപ്പിളുണ്ട്, ദ പേഴ്സൺ ഹു ഹാസ് കം ടു യു ഈസ് യുവർ ഗുരു. അതായത് ആര് നിങ്ങളുടെ അടുത്ത് വന്നു അവരാണ് നിങ്ങളുടെ ഗുരു. വേറൊരാളെ വിചാരിച്ച് പോയി ചേസ് ചെയ്യരുതെന്ന്. അത് മനസ്സാണ്, മൈൻഡാണ് നമ്മളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. പക്ഷെ നമുക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 4ാം ക്ലാസ്സിലിരിക്കണോ, 4ാം ക്ലാസ്സിന് പറ്റിയൊരു ടീച്ചറേ വരുള്ളൂ. 5ാം ക്ലാസ്സിലേക്ക് എത്തിക്കും നമ്മളെ, അതാണ് ഉള്ള ജോലി. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ വേറെ ടീച്ചർ വരും. അപ്പോൾ അതേപോലെ നമുക്ക് എന്താണോ എലിജിബിലിറ്റി അതിനനുസരിച്ചുള്ള ഒരാൾ വരും. അത് കറക്റ്റ് സമയത്ത് വരും, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണ്ട. അപ്പോൾ അതേപോലെ നമ്മൾ എലിജിബിലിറ്റി ആയിട്ടിരിക്കുക. എലിജിബിലിറ്റി പറഞ്ഞാൽ നമ്മൾ എം ടി ആയിട്ടിരിക്കുക, 100% എം ടി. എനിക്ക് ഇതൊക്കെ വേണം, ഞാൻ ഇന്നത് ചെയ്യണം, ഞാൻ ചെയ്തു, ഇതൊക്കെ ഇല്യൂഷനാണ്. അങ്ങനെ നമ്മളൊന്നും ചെയ്യണമൊന്നുമില്ല. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, മോഹൻജിയോട് ഇത് സംസാരിച്ചപ്പോൾ എനിക്കിത് കിട്ടി. അത് അവരുടെ എലിജിബിലിറ്റിയും കൂടി ഉണ്ട് അതിൽ കാര്യം. ആ കണക്ഷൻ്റെ പ്യൂരിറ്റി ഉണ്ട് കാര്യം. അതായത് ഇപ്പോൾ ഞാൻ ഒരാളുടെ വീട്ടിൽ പോവുക, അയാൾ കേൾക്കണില്ല ഞാൻ പുറത്ത് വന്ന് മുട്ടണത് വിചാരിച്ചാൽ ഞാൻ അകത്ത് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ഫാക്കൽറ്റി അടച്ചിട്ട് നമ്മൾ ഗുരു ഒന്നും ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ആ ഒരു ഓപ്പൺനെസ്സും കണക്ഷനും വളരെ പ്യൂർ ആയിരിക്കണം. പ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇന്നലെ ഇന്നും നാളെ മറ്റന്നാളൊക്കെ ഒരേപോലെ കണക്ഷൻ വേണം. അപ്പോൾ കണ്ടമാനം അപ്പോൾ നമുക്കൊരു കൊളാബറേഷൻ പോലെ നമ്മൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. സഹനാവതു സഹനവ് ഭുനക്തു ഉണ്ടല്ലോ, അതേപോലെ നമ്മൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഒന്നിച്ചാണ് വളരുന്നത്, നമ്മൾ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതത്തിന് ഒരു താങ്ങും തണലും സപ്പോർട്ടും ഒക്കെ വരും.